ചേട്ടാ ഈ പുങ്ങളെ കൊണ്ട് തോറ്റല്ലോ. നീ ബാക്കി തോലി. ഞാൻ കസാരയിൽ ഇരിക്കുന്നു. നീ എന്തോ കാണിക്കുന്നേ? ആണോ? ആ ഊക്ക് ഞാൻ നിന്റെ അണ്ണാക്കിനോട് ഇപ്പൊ ഒഴിച്ചു തരാം. എടീ, ഞാൻ അങ്ങനെ പറഞ്ഞവർ നീ എന്തിനാടി സാരിയും മുല്ലക്കോട്ട് കൈ കൊട്ടാൻ പോകുന്നേ? എനിക്ക് ആദ്യമേ കണ്ടപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു നീ ഒരു ആണായിരുന്നു എന്നുള്ളത്. നിനക്ക് എങ്ങനെ അറിയാം റെയിൽവേ സ്റ്റേഷന്റെ അവിടെ കൊട്ടാൻ പോകുന്നുണ്ടോ? നീ എന്താ കൊട്ടാൻ പോയായിരുന്നു അവിടെ? റെയിൽവേയുടെ അവിടെ മുല്ലപ്പൂ ഇട്ട് കൊത്തിക്കൊണ്ട് പോയ വേദന നിനക്കല്ലേ അറിയത്തുള്ളൂ. നീ അല്ലേ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അനുഭവിച്ചവർക്കല്ലേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. നീ അല്ലേ അതുകൊണ്ടല്ലേ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. മോളെ, ഇത് 2025 നീ ഇപ്പോൾ 2015 നിൽക്കുന്നേ ഉള്ളൂ. അത് വണ്ടി സ്ലോ ആയതിന്റെ കുഴപ്പമില്ല. റെയിൽവേ സ്റ്റേഷന്റെ കീഴിലൊക്കെ പോയി കൈ കൊട്ടാൻ പോകുമ്പോ ആലോചിക്കണമായിരുന്നു. അത് കാരണം ബോധമില്ലാത്തതിന്റെ കുഴപ്പമാ. അടി, ഇനി മാനത്തെ അമ്പിളിയായിട്ട് ഞാൻ വരാൻ തന്നെ. അയ്യേ, പിന്നെ അങ്ങോട്ട് വരാൻ പോയില്ല. നിന്നെ കണ്ടാലേ ആൾക്കാർ ഇനി ആർക്ക് വേണം വലിഞ്ഞേറി വന്നേക്കുന്ന തുപ്പു. ഞാൻ തൂറി എറിയും നിന്നെ. நீங்க நினைக்கலாம் ஏதோ ஏதோ கோமாளி மாதிரி ஏதோ நோ பண்ணிட்டு இருக்கானம்மா அப்படின்னு, ஜோக்கர் மாதிரி அப்படின்னு. உண்மையிலே ജോക്കർ தான். എടി, കൊണച്ചോണ്ടിരുന്നത് നീ തന്നെ അല്ലായിരുന്നു. ഓത്ത കുറെ ഫിൽറ്റർ വിട്ടിട്ട് പൗഡറും തേച്ച് വെച്ച് അമ്മച്ചിമാരുടെ റോഡ് ഇരിക്കുന്നത് പോരാ. എന്നിട്ട് 2025 വന്നു അമ്മച്ചി കുണ്ണയൊക്കെ എന്തോ പറയാനാണെന്ന് പറയാം. എടി, കൺട്രോളിൽ പെണ്ണെ, നിന്റെ കണ്ണിൽ എന്താ പഴത്തൊലിയാണോ ഇരിക്കുന്നത്? ആകെ 10 റീലും ഉണ്ട്. അതിൽ 8 റീല് ഓത്ത കുറെ ഫിൽറ്റർ ഇട്ടിട്ടുള്ളത്. ആകെ 2 റീൽ എന്നെ റിയാക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഓൺ ഇതായിട്ട് വന്നേക്കുന്നത്. എന്നിട്ട് പറഞ്ഞാൽ കൊണയടിക്കുന്നത്. അത് ഫിൽറ്റർ ആണെന്ന് പോലും നിനക്ക് അറിയത്തില്ലയോ? നീ ഏത് കോസറ്റിന്റെ വെള്ളത്തിൽ നിന്ന് ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമേ കണ്ടപ്പോഴേ പറഞ്ഞില്ലേ ഇവള് തറയാന്ന്. അഴുക്ക പെണ്ണ്, തന്തേക്കാൾ മോശം. പിന്നെ നീ ഈ പറഞ്ഞ വാണം അത് നിന്റെ തന്ത. കുഞ്ഞേട്ടൻ ഇപ്പൊ വരും കേട്ടോ. അടി, നിന്റെ കുണ്ണേട്ടനും നീ കൂടെ ഒരുമിച്ചല്ലേ കൈ കൊട്ടാൻ പൊക്കോണ്ടിരുന്നത്. നീ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നു. അതാ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, പഴയ വീട് തണ്ടാക്കിയോണ്ട് വെച്ച് മിണ്ടായി. അവന് വീഡിയോ വരുന്നേ. നീ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നീ വരുന്നത്. ഇപ്പൊ നീ പറഞ്ഞ വീട്ടിൽ നിന്നാ വരുന്നത്. നീ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നീക്കടി പൂ. ഞാരെ മോളെ, ഈ കണാവ് ഇപ്പോഴും 2025 വന്നിട്ടില്ല. തൊപ്പിയും വെച്ചിട്ട് റീലും ചെയ്തിട്ട് കൊണ എന്ന് പറയാൻ മാത്രം അറിയാം. ആദ്യം ഞാൻ തൊപ്പി മാറ്റിട്ട് റീൽ ചെയ്യാം. അപ്പൊ ഞാൻ പറയാൻ പറ്റും. എടി മോളെ, ഞാൻ എന്റെ തലയെ തൊപ്പി വെച്ചോണ്ടായിരിക്കുന്നു. അല്ലാതെ നിന്റെ കൂട്ട് അണ്ണാൻ ചപ്പിയ മോന്തയ്ക്ക് പട്ടി ഓത്ത ഫിൽറ്റർ ഇട്ടോണ്ടിരിക്കുവല്ല. നീ ആദ്യം പലതരത്തിലുള്ള പട്ടികൾ ഓത്ത ഫിൽറ്റർ ആദ്യം നിർത്തിയിട്ട് എന്റെ അടുത്ത് കുണയ്ക്കാൻ പാ.